അപകടം നടന്ന ആദ്യം മുതൽക്കു തന്നെ അടിമുടി ദുരൂഹതയായിരുന്നു. ഷോർട്ട് സർക്യൂട്ടല്ല കാറ് കത്താൻ കാരണമെന്ന് അന്വേഷണ സംഘം പറയുമ്പോൾ പിന്നെ എങ്ങനെയെന്ന ചോദ്യമാണ് ദുരൂഹത വർദ്ധിപ്പിച്ചത്. അതിനുള്ള ഉത്തരമാണ് ഇന്ന് പുറത്തുവന്ന CCTV ദൃശ്യങ്ങൾ. ചെറുവണ്ണൂർ കക്കറമുക്കിൽ കാറിന് തീപിടിച്ചുണ്ടായ അപകടം ആസൂത്രിതമാണെന്ന് തെളിയിക്കുന്ന നിർണായക CCTV ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. നടുവണ്ണൂരിന് സമീപമുള്ള പെട്രോൾ പമ്പിൽ നിന്നും മരിച്ച സോന കന്നാസിൽ പെട്രോൾ വാങ്ങി മടങ്ങുന്നതാണ് ദൃശ്യങ്ങളിൽ. അപകടം ആസൂത്രിതമാണെന്ന് തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങളാണിവ. ഷോർട്ട് സർക്യൂട്ടല്ല അപകട കാരണമെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. വാഹനത്തിന്റെ എഞ്ചിനിലേക്കും ഇന്ധന ടാങ്കിലേക്കും തീ പടർന്നിട്ടുമില്ല. തീ പടർന്നത് കാറിന്റെ ഉൾവശത്തായിരുന്നു. കാറിൽ പെട്രോളിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുമുണ്ട്. കാറിൽ എങ്ങനെ പെട്രോൾ വന്നു എന്ന പോലീസിന്റെ സംശയത്തിൽ സമീപത്തെ പെട്രോൾ പമ്പുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയായിരുന്നു. അങ്ങനെയാണ് പെട്രോളുമായി പോകുന്ന സോനയുടെ ദൃശ്യങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. മരിച്ച സോന തന്നെയാണ് സംഭവ ദിവസം പമ്പിലെത്തി പെട്രോൾ വാങ്ങിയതെന്നാണ് പോലീസ് സോനയുടെ ബന്ധുക്കളെ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ പെട്രോൾ വാങ്ങിയത് ആരുടെയെങ്കിലും നിർദ്ദേശപ്രകാരമാണോ, സോന തന്നെയാണോ ദൃശ്യങ്ങളിലുള്ളത് എന്നത് സംബന്ധിച്ചൊന്നും പോലീസ് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. പെട്രോൾ വാങ്ങിയ സോന അയക്കാം വാങ്ങിയത്, പക്ഷെ അത് പറഞ്ഞിട്ടയക്കാം വാങ്ങിയത്. പക്ഷേ വണ്ടി കാറ് ഉണ്ടായിട്ടാ കാറ് സോന ഉള്ളവരാണ് കാറ് ഓടിക്കലുള്ളൂ. ബാക്കി സമയങ്ങളൊക്കെ ഓൻ്റെ ബൈക്കാകുമ്പോൾ ഓടിക്കരുത്. സോന പേരാമ്പ്ര പോയ സമയത്ത് ഓൻ പറഞ്ഞതാ അയക്കാം ഓട് പെട്രോൾ വാങ്ങിക്കോ എന്നോ പറഞ്ഞതായിരിക്കാം. അത് കാരണമായിക്കോൾ വാങ്ങിക്കുണ്ടാവുക. ആശുപത്രിയിലേക്ക് പോകുന്നതിന് മുൻപ് ബന്ധുവായ അശ്വതിയുടെ വീട്ടിൽ നിന്നും അശ്വതിക്കൊപ്പമാണ് സോന പുറത്തേക്ക് പോയത്. ചില സാധനങ്ങൾ വാങ്ങാൻ രണ്ടുപേരും വ്യത്യസ്ത കടകളിലേക്ക് നീങ്ങി. ഇതിനിടയിലാണ് പെട്രോൾ പമ്പിൽ കയറി സോന പെട്രോൾ വാങ്ങുന്നത്. എന്നാൽ സോന വാങ്ങിയത് എന്താണെന്ന് അശ്വതിക്ക് അറിവുണ്ടായിരുന്നില്ല. സാധനങ്ങൾ വാങ്ങി തിരികെ എത്തിയ ശേഷം അശ്വതിയുടെ വീട്ടിൽ നിന്നാണ് സോനയെ ഭർത്താവ് രജിൻലാൽ കൂട്ടിക്കൊണ്ടുപോയത്. തുടർന്ന് ഇരുവരും ആശുപത്രിയിലേക്ക് പോയി. അവിടെ നിന്ന് തിരികെ മടങ്ങുന്നതിനിടെയാണ് കാറിന് തീപിടിച്ചത്. സോനയും ഭർത്താവ് രജിൻലാലും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് പോലീസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അപകടം നടന്ന ദിവസം സോന പുറത്തുപോയി എന്തെല്ലാം ചെയ്തുവെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. 60% പൊള്ളലേറ്റ രജിൻലാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. രജിൻലാലിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാറിന്റെ പിൻസീറ്റിലാണ് സോന ഇരുന്നതെന്നും പുറകുവശത്തു നിന്ന് പെട്രോളിന്റെ ഗന്ധമുണ്ടായിരുന്നതായും അതിനെക്കുറിച്ച് ചോദിക്കുമ്പോഴേക്കും തീ പടർന്നു എന്നുമാണ് രജിൻലാലിന്റെ മൊഴി. അപകടശേഷം കാറിന്റെ ബാക്ക് സീറ്റിൽ പെട്രോൾ അടങ്ങിയ ക്യാനിന്റെ അടപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. സോന തന്നെയാണോ ഈ ക്യാൻ കാറിൽ എത്തിച്ചത് എന്നതിൽ വ്യക്തത വരേണ്ടതുണ്ട്. എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സമഗ്ര അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് മേപ്പയ്യൂർ പോലീസ്. അഞ്ജന സുകുമാരൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.